നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖിന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് US സൈന്യം സജ്ജമാകുന്നതായി റിപ്പോർട്ട്. ഇറാനും US തമ്മിലുള്ള ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാകും ഇതെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. USഉം ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടരവെയാണ് ഈ വിവരം പുറത്തുവരുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇറാനടുത്ത് വിന്യസിച്ചിരിക്കുന്ന US ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡും അവിടേക്ക് അയച്ചിരിക്കുകയാണ്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പരസ്യമായി പറഞ്ഞിരുന്നു. അതാണ് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമെന്ന് തോന്നുന്നു എന്നാണ് നോർത്ത് കരോലൈനയിലെ ഫോർട്ട് ബ്രാഗിൽ സേനാ പരിപാടിക്കിടയിൽ പങ്കെടുക്കവേ ട്രംപ് പറഞ്ഞത്. ഇറാന്റെ ഭരണം ആരേറ്റെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള ചോദ്യത്തോട് അമേരിക്ക പ്രതികരിച്ചില്ല. ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ US സേനാ താവളങ്ങളെ വെറുതെ വിടില്ല എന്നാണ് ഇറാന്റെ ഭീഷണി. ജോർദാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE, തുർക്കി എന്നിവിടങ്ങളിൽ US-ന് സേനാ താവളങ്ങളുണ്ട്. അതിനിടെ ഇറാനിൽ US സൈനികമായി ഇടപെടുന്നതാണ് നല്ലതെന്നും ആണവ കരാറിന്റെ കാര്യത്തിൽ സുദീർഘ ചർച്ച നടത്തേണ്ടതില്ല എന്നും റേസ പഹ്ലവി വ്യക്തമാക്കി. ഇസ്ലാമിക ഭരണകൂടം അട്ടിമറിക്കും വരെ ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റേസ പഹ്ലവിയുടെ മകനാണ് US-ൽ കഴിയുന്ന റേസ. ഇറാൻ ഭരണാധികാരിയാകാൻ താൻ തയ്യാറാണെന്ന് ഇദ്ദേഹം പലതവണ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ആണവ പ്രശ്നത്തിൽ പരിഹാരം തേടി ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയുടെ രണ്ടാം ഘട്ടം നാളെ ജനീവയിൽ നടക്കുമെന്ന് സ്വിസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ US-ന്റെ പശ്ചിമേഷ്യ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജെറാദ് കുഷ്നറും പങ്കെടുക്കും. തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ആണവ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കും പുതിയ ധാരണകൾക്കും തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ഈ നിർദ്ദേശത്തോട് അമേരിക്ക അനുകൂലമായാണ് പ്രതികരിച്ചത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നം പരിഹാരത്തിനാണ് അമേരിക്ക മുൻഗണന നൽകുന്നതെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഇതിന് പിന്നാലെ അമേരിക്കൻ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാൾഡ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല ചർച്ചകൾ നടന്നിരുന്നു. ഈ നീക്കത്തിനൊടുവിലാണ് ജനീവയിൽ രണ്ടാം ഘട്ട ചർച്ചകൾ നടത്താൻ ഇരുവിഭാഗവും തീരുമാനത്തിലെത്തിയത്. ലോകം ഉറ്റുനോക്കുന്ന ഈ ചർച്ചകൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നതാണ്. ആണവ പദ്ധതികളുടെ സുതാര്യത ഉറപ്പാക്കുന്നതിനൊപ്പം ഇറാന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കരാറാണ് ചർച്ചയുടെ പ്രധാന അജണ്ട. ഇറാനുമായുള്ള ഏതൊരു ആണവ കരാറും അവരുടെ ആണവ സംവിധാനങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നതാകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെച്ചാൽ മാത്രം പോരാ എന്നും അവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കണമെന്നുമാണ് നെതന്യാഹുവിന്റെ നിലപാട്. അമേരിക്കൻ ജൂത സംഘടനകളുടെ സമ്മേളനത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പരാമർശം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ ഈ ആഴ്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേലി മുന്നറിയിപ്പ് നൽകുന്നത്. ഗാസയിലെ തുരങ്കങ്ങൾ നശിപ്പിക്കുന്ന ജോലികൾ ഇസ്രായേൽ തുടരുകയാണെന്നും ഏകദേശം 150 കിലോമീറ്റർ തുരങ്കങ്ങൾ ഇതിനോടകം തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയിൽ നിന്നും ഇസ്രായേൽ സ്വീകരിക്കുന്ന സാമ്പത്തിക സഹായം അടുത്ത 10 വർഷത്തിനുള്ളിൽ നിർത്തലാക്കാൻ ആഗ്രഹിക്കുന്നതായും നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇസ്രായേലിന്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ട സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള ബന്ധം വെറും സഹായത്തിൽ ഒതുങ്ങാതെ ഒരു പങ്കാളിത്തമായി മാറണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലൂടെ അമേരിക്കയുടെ മേലുള്ള അമിത ആശ്രിതത്വം കുറയ്ക്കാനാണ് ഇസ്രായേൽ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കാനഡയെ ഇളക്കിമറിച്ച് ഇറാനിയൻ ജനതയ്ക്ക് സപ്പോർട്ടുമായി ലക്ഷങ്ങൾ അണിനിരന്ന കുറ്റം റാലി. കിങ് റസ പഹ്ലവി എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും വാദ്യോപകരണങ്ങളോടൊപ്പവുമാണ് ലക്ഷക്കണക്കിന് ആളുകൾ യോങ് സ്ട്രീറ്റിലൂടെ മാർച്ച് ചെയ്തത്. മാർച്ചിൽ സ്വർണ്ണസിംഹം ആലേഖനം ചെയ്ത പഴയ പഹ്ലവി ഭരണകാലത്തെ പതാകയും അമേരിക്ക, ഇസ്രായേൽ, കാനഡ എന്നീ രാജ്യങ്ങളുടെ പതാകയും ഉയർത്തിയിരുന്നു. ഇറാനിൽ സർക്കാർ അടിച്ചമർത്തൽ അവസാനിപ്പിക്കണമെന്ന പ്രകടനക്കാർ ആവശ്യപ്പെട്ടു. ടൊറന്റോ പോലീസിന്റെ കണക്കനുസരിച്ച് 3,50,000 പേർ പങ്കെടുത്തു. വാൻകൂറിൽ മാത്രം ഏകദേശം 50,000 പേർ മാർച്ച് നടത്തിയതായി പോലീസ് മേധാവി പറഞ്ഞു. ഇറാനിൽ സമാധാനപരമായ പ്രകടനക്കാരെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ അവസാനിപ്പിച്ച് സൈനിക നടപടി സ്വീകരിക്കണമെന്ന് US പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ട് ശനിയാഴ്ച ചില പ്രതിഷേധക്കാർ ട്രംപിന്റെ മുഖം ആലേഖനം ചെയ്ത ബാനറുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുകയും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്ത ഇറാൻ സർക്കാർ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം 3000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഔദ്യോഗികമായി പറഞ്ഞുവെങ്കിലും ഇറാനിലെ മുൻകാല കലാപങ്ങളിലെ മരണസംഖ്യ കൃത്യമായി കണക്കാക്കിയിരുന്ന US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്ക് പ്രകാരം മരണസംഖ്യ 7000-ലും അധികമാണ്.
ഇറാൻ ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്ന സർക്കാർ നടപടികളെ മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമായി കണക്കാക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകി. മരണസംഖ്യയുടെ റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭ രേഖപ്പെടുത്തി സ്ഥിരീകരിക്കണമെന്ന് യൂറോപ്യൻ പാർലമെന്റ് ആവശ്യപ്പെട്ടു. സിവിൽ സൊസൈറ്റി പ്രവർത്തകർ, പ്രതിഷേധക്കാർ, സ്ത്രീകൾ, ന്യൂനപക്ഷ സമൂഹങ്ങൾ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ള അക്രമത്തെ യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ അപലപിച്ചു. സമാധാന നോബൽ ജേതാവ് നർഗസ് മുഹമ്മദി ഉൾപ്പെടെ നിലവിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഏകപക്ഷീയമായ തടങ്കൽ, നിർബന്ധിത തിരോധാനങ്ങൾ, ക്രൂരമർദ്ദനം എന്നിവയുൾപ്പെടെയുള്ള അക്രമവും അടിച്ചമർത്തലും ഇറാൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്തു. മരണസംഖ്യ ഏകദേശം 35,000 ആകുമെന്ന റിപ്പോർട്ടിൽ യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇറാനെ ലക്ഷ്യം വെച്ചുള്ള ഉപരോധങ്ങൾ വിപുലീകരിക്കണമെന്നും യൂറോപ്യൻ യൂണിയനും അതിന്റെ അംഗരാജ്യങ്ങളും തടവുകാരുടെ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നത് വർദ്ധിപ്പിക്കണമെന്നും ഭരണകൂടം ബന്ദി നയതന്ത്രം പ്രയോഗിക്കുന്നത് തടയണമെന്നും യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വളർന്നുവരുന്ന ശക്തികളെ ബ്രിക്സ് ചട്ടക്കൂടിലൂടെ മാത്രമാണ് യൂറോപ്പ് നോക്കിക്കണ്ടതെന്നും കഴിഞ്ഞ കാലങ്ങളിലെ തന്ത്രപരമായ തെറ്റായിരുന്നു ഇതെന്നും ജർമ്മൻ വിദേശകാര്യമന്ത്രി യോഹാൻ വാഡെഫുൾ. ഈ സമീപനം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ അനാവശ്യമായ അകൽച്ച സൃഷ്ടിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്പിൽ ഇപ്പോൾ തങ്ങളുടെ ആഗോള വീക്ഷണം പുനഃപരിശോധിക്കുകയും ഇന്ത്യ, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളുമായി ജനാധിപത്യ മൂല്യങ്ങൾ പങ്കിടാനും രാജ്യങ്ങൾക്കിടയിലെ പൊതു താൽപര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുകയാണെന്നും വാഡെഫുൾ വ്യക്തമാക്കി. നയരൂപകർത്താക്കൾ ബ്രിക്സ് എന്ന ലേബലിന് കീഴിൽ വ്യത്യസ്ത രാജ്യങ്ങളെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പ്രവണത കാണിക്കുന്നുവെന്നും ഇത് വിപരീത ഫലമുണ്ടാക്കിയതായും വാഡെഫുൾ പറഞ്ഞു. റഷ്യയോ ചൈനയോ ഉൾപ്പെടുന്ന ബഹുമുഖ പ്ലാറ്റ്ഫോമിലെ പങ്കാളിത്തത്തിന്റെ പേരിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായി സഹകരണത്തെ അവഗണിക്കരുതെന്ന് യൂറോപ്പ് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇന്ത്യ, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളുമായി തങ്ങൾക്ക് പൊതുവായ ധാരാളം കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് പൊതുവായ കാര്യങ്ങളിലും പൊതുമൂല്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൂടാ എന്ന് അദ്ദേഹം ചോദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു വാഡെഫുളിന്റെ പ്രതികരണം. ജനുവരിയിൽ ഇന്ത്യയും 29 അംഗ യൂറോപ്യൻ യൂണിയനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ വിവിധ രംഗങ്ങളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തവും ആഴത്തിലുള്ളതുമാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കും. ഫെബ്രുവരി 16 മുംബൈയിലെത്തുന്ന മാക്രോൺ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. AI ഇമ്പാക്ട് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് 4ാം തവണയാണ് ഇന്ത്യയിലെത്തുന്നത്. 19 വരെയാണ് സന്ദർശനം. പ്രതിരോധം, ബഹിരാകാശം, സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവോർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നിലവിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കും. ഫ്രാൻസിൽ നിന്നും 144 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള വലിയ പ്രതിരോധ ഇടപാടിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. മുംബൈയിലെ ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ ഫോറം യോഗത്തിലും ഇമാനുവൽ മാക്രോൺ പങ്കെടുക്കും. AI മേഖലയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണത്തിനും സന്ദർശനം വഴിവെക്കും. ഗാസയുടെ ഭാവി മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബഹുകോടി ഡോളറിന്റെ മാനുഷിക സഹായ പുനർനിർമ്മാണ പാക്കേജ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപിന്റെ നേതൃത്വത്തിൽ പുതിയതായി രൂപീകരിച്ച ഗാസ സമാധാന സമിതി ഈ വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ ചേരുന്ന ആദ്യ ഔദ്യോഗിക യോഗത്തിൽ പദ്ധതിക്ക് അന്തിമ രൂപം നൽകും. ഗാസയുടെ പുനരുദ്ധാരണത്തിനായി അംഗരാജ്യങ്ങൾ $5 ബില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. 2026 ഫെബ്രുവരി 19 വാഷിംഗ്ടൺ DC-യിലെ ഡൊണാൾഡ് ജെ ട്രംപ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിൽ വെച്ചായിരിക്കും ചരിത്രപരമായ ഈ പ്രഖ്യാപനം നടക്കുക. ഗാസയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനും പ്രാദേശിക പോലീസ് സംവിധാനത്തിനും രൂപം നൽകുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോർഡ് ഓഫ് പീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള അന്താരാഷ്ട്ര സമിതിയായി മാറുമെന്നും അതിന്റെ അധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുന്നത് അഭിമാനകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഗാസയിൽ സമാധാനം പുലരുന്നതിന് ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടണമെന്ന കർശന വ്യവസ്ഥയും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വേൾഡ് ടുഡേ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.